ഹായ്, പേര് ഇദ്രീസ്. ഞാൻ ഫറൂഖ് കോളേജിലാണ് പഠിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഒരു പുതിയ കോഴ്സിലേക്ക് എൻറോൾ ചെയ്തിട്ടുണ്ട്. മറ്റേ ഡിയോക്കിൻ്റെ ഒരു കോഴ്സിലാണ് എൻറോൾ ചെയ്തിരിക്കുന്നത്. ദെൻ ഓൾസോ ഐ എം ഫ്രം വടകര. വടകര എന്ന് പറയുമ്പോൾ ആഞ്ചേരി എന്ന് പറയും, നിയർ ആഞ്ചേരി. ദെൻ ഫറൂഖ് കോളേജിലേക്ക് വന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വന്നത്. മെറിറ്റിൽ കിട്ടിയത് കൊണ്ട് മാത്രമാണ് വന്നത്. ദാറ്റ് ഈസ് എ വെരി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്നറിയാം. ഡിയോക്കിൻ്റെ ഫസ്റ്റ് ഡേ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം. ദെൻ ബേസിക്കലി എനിക്കുള്ള സ്കിൽസ് എന്നൊക്കെ പറഞ്ഞാൽ എക്സാമിന് വേണ്ടി പഠിക്കാനൊക്കെ പറ്റും, കുഴപ്പമില്ല. ഇംഗ്ലീഷ് വെച്ച് ബാക്കി എല്ലാ വിഷയങ്ങളും പഠിക്കാനൊക്കെ പറ്റും. പിന്നെ കൊമേഴ്സ് വിഷയങ്ങൾ കുറച്ച് ടഫാണ്. കാരണം എൻ്റെ ബേസ് +2 എന്നൊക്കെ പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബേസിക്സ് നോർമൽ തിയറീസൊക്കെ ഓക്കെയാണ് എക്സാമിന് വേണ്ടി മാത്രം. ബട്ട് പ്രോഗ്രാമിങ് ജസ്റ്റ് ലൈക്ക് ഐ ആം വീക്കാണ്. കാരണം ബിക്കോസ് ഓഫ് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഹിയർ. ബേസിക്കലി എനിക്കുള്ള സ്കിൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഐ എം വെൽ ഇൻ കമ്മ്യൂണിക്കേഷൻ. ഒരാളായിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ടതൊക്കെ കുറേയൊക്കെ അറിയാം. സംടൈംസ് നമ്മളെ ചില ആൾക്കാർ ഫീലിങ്സിലെ ആൾക്കാർക്ക് സംസാരിക്കുമ്പോൾ ഞാൻ കമ്മ്യൂണിക്കേഷന് ഫെയിൽ ആവാറുണ്ട്. ദാറ്റ് ഈസ് ട്രൂ. ബട്ട് അല്ലാതെ വലിയൊരു ഒഫീഷ്യലായിട്ടുള്ള സംസാരിക്കാനും താഴ്ന്നവർ സംസാരിക്കാനും പിന്നെ ഈ സൊസൈറ്റി ആയിട്ടൊക്കെ സംസാരിക്കാനും ഓക്കെയാണ്. പിന്നെ മെയിൻ വീക്ക്നെസ് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റേജ് ഫിയർ ആണ്. സ്റ്റേജ് ഫിയർ മീൻസ് സോഷ്യൽ സ്പീക്കിംഗ് എന്നാണോ അതിന് പറയുക, അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ. ദാറ്റ് ഈസ് രണ്ട് കമ്മ്യൂണിക്കേഷൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യും നന്നായിട്ട്. ബേസിക്കലി അതൊരു സ്കില്ലാണ് പോലും എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇപ്പം അടുത്ത് മനസ്സിലാക്കിയ ഒരു സ്കില്ലാണ്, ഞാൻ കാര്യങ്ങളും മാക്സിമം നോട്ടീസ് ചെയ്യും. ഒരുപാട് സംസാരിക്കുമ്പോൾ അതുപോലെ ഫേസിലെ എക്സ്പ്രഷൻ മുതൽ ഓരോരോ മൂമെൻറ്റ്സ് പോലും ഞാൻ ബേസിക്കലി അറിയാതെ നോട്ടീസ് ചെയ്ത് പോകുന്നതാണ്. ബിക്കോസ് എന്താണെന്നൊക്കെ അറിയില്ല. ബേസിക്കലി അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എവിടെയും, നമ്മളിപ്പോൾ ആണെങ്കിലും. പിന്നെയുള്ള ഇപ്പോൾ സ്കില്ല് എന്നൊക്കെ പറഞ്ഞാൽ ബേസിക്കലി പ്രോഗ്രാമിങ്ങിൻ്റെ അൽഗോരിതം ബേസ് ആയിട്ടുള്ള അൽഗോരിതംസൊക്കെ എനിക്ക് ഓക്കെയാണ്. ഇപ്പോൾ എന്താ പറയുക, ലൈക്ക് പാറ്റേൺ പ്രിൻറ്റിങ് ഒരു സംഭവം ഇതുണ്ട്. അത് ഞാൻ ഇതുവരെ എന്താ പറയുക പഠിപ്പിച്ചില്ല എന്നാണ് പറയുക. അത് പക്ഷേ അതൊരു മണ്ടത്തരായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ ഇതൊരു ട്രൈ ചെയ്തില്ലാന്നാണ് പറയാം. ദെൻ നെക്സ്റ്റ് ഡേ ഒരു ടാസ്ക് ആയിട്ടുള്ളതാണ് അത്. അതിൻ്റെ ലോജിക്ക് പഠിക്കാന്നുള്ള. പിന്നെ ഓൾസോ ഐ എ ഓവർ തിങ്കർ. മീൻസ് ഫ്യൂച്ചറിനെ പറ്റി ഓവർ തിങ്ക് ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഡാർക്ക്. വേണ്ടാതെ ടെൻഷനൊക്കെ വരും. ഇപ്പോൾ ടെൻഷൻ വന്നിട്ട് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതാവും. അതൊക്കെ കാര്യം. പിന്നെ ഹാബിറ്റായിട്ടുള്ളത് ബുക്ക് റീഡിങ് ഉണ്ടായിരുന്നു. ഒരു ഫോണൊക്കെ കിട്ടുന്നതിന് മുമ്പ് അഡിക്റ്റഡ് ടു റീഡിങ്. ജസ്റ്റ് ലൈക്ക് ഡെയിലി ഒരു 1 ബുക്കൊക്കെ വായിക്കും. ഒരു ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുക്കൊന്നും അല്ലായിരിക്കും. ഒരു 10-50-100 പേരൊക്കെയുള്ള ഓക്കെ ഞാൻ വായിക്കും. പിന്നെ ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബുക്ക് വായിക്കണം എന്ന് ആഗ്രഹിച്ചെന്ന് വെച്ചാൽ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഒരു ബുക്കാണ്. ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 15 പേര് ഞാൻ ഇതുവരെ വായിച്ചു തീർന്നുള്ളൂ. എൻ്റെ കൈ കിട്ടിയിട്ട് ഏകദേശം 1 വീക്ക് കഴിയാനായി. വായിക്കാൻ പറ്റുന്നില്ല ഫോൺ കിട്ടിയതിന് ശേഷം. പക്ഷെ വായന ഒരു രസയുടെ പരിപാടിയാണ്. പക്ഷേ വായന കൊണ്ടും അതുകൊണ്ടൊക്കെയാണ് എനിക്ക് എന്താ പറയുക കമ്മ്യൂണിക്കേഷനിൽ സംസാരിക്കാനൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഇനാഗുറേഷൻ എന്നുള്ള ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ ആ ക്ലാസ്സിലേക്ക് എൻറോൾ ചെയ്തതെന്ന് വെച്ചാൽ 3 to 4 എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. ദെൻ ആ ക്ലാസ്സിലേക്ക് വരുമ്പോൾ 3 to 4 അല്ല, 350 to 450 എനിക്കൊരു ഇൻട്രഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിലേക്ക് എത്താൻ നല്ല ലേറ്റായി ഉണ്ടായിരുന്നു. 3 to 5 ആയിരുന്നു വലിയ ഇനാഗുറേഷൻ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരുന്നത്.
ഒരു ഞാൻ എത്താൻ തന്നെ 4:15 എക്സാമൊക്കെ കഴിഞ്ഞ് ഒരു 4:30 കഴിയുണ്ടാവും. അതൊക്കെ പ്രോഗ്രാമിൽ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാനുള്ള അത്ര ഒന്നും ഞാനില്ലായിരുന്നു. ദാറ്റ്സ് ഓൾ. ബട്ട് ഇതിൻ്റെ ഡിവോക്കിൻ്റെ എന്താ പറയുക, ഫാക്കൽറ്റീസ് അല്ല, ഫൗണ്ടേഴ്സായിട്ടുള്ള 3 ആൾക്കാരെന്ന് വെച്ചാൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഞാൻ എന്താ പറയുക നല്ല രീതിയിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എനിക്ക് മെയിനായിട്ട് ഈ പ്രോഗ്രാമിങ് പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കൊരു നല്ലൊരു മെൻറ്റർഷിപ്പ് കിട്ടാൻ പറ്റും. ബട്ട് ഐ നീഡ് ടു ബി, അതൊരു മെൻറ്റർ മസ്റ്റാണ് ഫോർ സക്സസ് ആയാലും എന്തിനായാലും. ആയിട്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ബട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനുള്ള കാരണം. 24/7 മെൻറ്റർ സപ്പോർട്ട്. 24/7 എന്ന് പറഞ്ഞാൽ രാത്രി 12 ടു രാവിലെ 6 മണി വരെ. അത് വെച്ച് ബാക്കി ടൈമിലും അവർ അവൈലബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞിരുന്നതല്ല, പണ്ട് തൊട്ട് അങ്ങനെ ആയിരുന്നു. ഇനി എങ്ങനെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ഡേ CD ഒക്കെയാണ്. എന്തായാലും ഫസ്റ്റ് സ്റ്റേജ് 2 വീക്കാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അതിൽ പാസ്സായി മാത്രമേ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റും. മീൻസ് എന്താ പറയുക, കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ട് ബാക്കി ഫീസൊക്കെ അടച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 വീക്ക് ഞാൻ നന്നായി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്.